ചിരവൈരികൾ ആതിഥേയത്വം വഹിക്കുന്ന കാൽപന്തിന്റെ മാമാങ്കത്തിൽ അവർ ഇറങ്ങുകയാണ്. യുദ്ധത്തിന്റെ കയ്പുനീരിലും കെടാതെ സൂക്ഷിക്കുന്ന പോരാട്ട വീര്യവുമായി ഇറാൻ സംഘം. ഇംഗിൾവുഡിൽ ന്യൂസിലൻഡിനെ നേരിടാൻ ഇറാൻ ഇറങ്ങുമ്പോൾ ലോകത്തിലെ കണ്ണുകൾ ലോസ് ഏഞ്ചൽസ് സ്റ്റേഡിയത്തിലേക്കാകും. കോൾമുഖങ്ങൾക്കിടയിലെ പച്ചപ്പുൽ മൈതാനം ഇവർക്ക് മറ്റൊരു യുദ്ധമുഖമാണ്. ഉപരോധങ്ങളാൽ വരിഞ്ഞുമുറുക്കിയ എതിരാളിയുടെ മണ്ണിൽ ഇറാന്റെ പോരാട്ടത്തിന് വീര്യം കൂടും. ആദ്യ മത്സരത്തിൽ അത് ന്യൂസിലൻഡിനെ തിന്മയുടെ ഭരണകൂടമെന്ന് ഇറാനെ വിശേഷിപ്പിച്ച പാശ്ചാത്യരോട് ആഭിമുഖ്യമുള്ള ന്യൂസിലൻഡിനെ ലോസ് ആഞ്ചൽസ് സ്റ്റേഡിയത്തിലെ ആ കാൽപന്തിന് ഈ ഭൂഗോളത്തോളം വിശാലമായ രാഷ്ട്രീയ മാനങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികം. ഗാലറിയിൽ പതാകകൾ മുതൽ ചിഹ്നങ്ങൾ വരെ രാഷ്ട്രീയം പറയുന്ന മത്സരം. ഗ്രൂപ്പിൽ ബെൽജിയം, ഈജിപ്ത് തുടങ്ങിയ രാജ്യങ്ങളെയും ഇറാൻ നേരിടും. പരിമിതികൾ മാത്രമല്ല, വിലക്കുകൾ പലതും തരണം ചെയ്തും സഹിച്ചുമാണ് ഇറാൻ മെക്സിക്കോയിൽ പറന്നിറങ്ങിയത്. വിസ വിലക്കുകൾ, നിയന്ത്രണങ്ങൾ. കളിക്കുന്ന ഇറാൻ ആരാധകർക്ക് ഇവിടെയെത്താൻ പ്രതിസന്ധികൾ ബാക്കി. ഫിഫയുടെ മാച്ച് വിഹിതത്തിൽ പോലും അനിശ്ചിതത്വം. ഓരോ മത്സരത്തിന് ശേഷവും ടീം മെക്സിക്കോയിലേക്ക് മടങ്ങണമെന്നാണ് നിബന്ധന. അധിനിവേശവും പകയും നിറഞ്ഞ സമകാലികത്തിൽ അലി റസയും സംഘവും ബൂട്ടണിഞ്ഞിറങ്ങുകയാണ് അമേരിക്കൻ മണ്ണിൽ. വേൾഡ് കപ്പ് ഡെസ്ക്, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.